നമസ്കാരം. ഞാൻ ഡോക്ടർ ഫാത്തിമ, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത്, തൃശ്ശൂർ ദയാ ഹോസ്പിറ്റലും തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജും സംയുക്തമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഐ ക്യാൻ അലേർട്ട് ആൻഡ് അലൈവ് ക്യാൻസർ സ്ക്രീനിംഗ് പദ്ധതിയുടെ പ്രാഥമിക ഘട്ടമായിട്ടുള്ള സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് നമ്മുടെ 5 പഞ്ചായത്തുകളിലായിട്ട് ഈ സർവേ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പലർക്കും അറിയാമായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പരിശീലന ക്ലാസ്സുകൾ പലതും നമ്മൾ മുമ്പ് നടത്തിയിട്ടുണ്ട്. പല ആരോഗ്യ പ്രവർത്തകരും, അതായത് ആശാ വർക്കർമാരും അംഗൻവാടി വർക്കർമാരും അതുപോലെ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളും പല സന്നദ്ധ പ്രവർത്തകരും ഒരുപാട് പേര് ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും പിന്നീട് ഈ സർവേയുടെ ഭാഗമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സർവേ നമ്മൾ ചെയ്യുന്നത് ചോദ്യാവലി മുഖേനയാണ്. അപ്പോൾ പലരും ഓൾറെഡി ഈ സർവേ നടത്തിയ പലർക്കും ഈ ചോദ്യാവലിയുമായി പരിചയം ഉണ്ടാവും. അപ്പോൾ അത് ചോദ്യാവലിയുടെ ഒരു ഘടന, എങ്ങനെയാണ് ഈ ചോദ്യാവലി, എന്തൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് പരിചയപ്പെടുത്താനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്യാൻസർ സ്ക്രീനിങ് പദ്ധതി പല ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ചോദ്യാവലി മുഖേനയുള്ള സർവേ നടത്തുന്നത്. അപ്പോൾ ഇതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്തുക, പിന്നീട് അവരിൽ കൂടുതൽ പരിശോധനകൾ നടത്തി ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 6 പ്രധാനപ്പെട്ട ക്യാൻസറുകളാണ്. അതായത് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ക്യാൻസറുകളിൽ 6 എണ്ണമാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് വായയിലെ ക്യാൻസറാണ്. രണ്ടാമത്തേത് ശ്വാസകോശ അർബുദമാണ്, അതായത് ലങ് ക്യാൻസർ. മൂന്നാമത്തേത് വൻകുടലിൽ വരുന്ന ക്യാൻസർ, കോളൻ ക്യാൻസർ എന്ന് പറയും. അപ്പോൾ ഈ 3 ക്യാൻസറുകളുടെ പ്രത്യേകത ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും വരാം, ആർക്ക് വേണമെങ്കിലും വരാവുന്ന ക്യാൻസറുകളാണ്. പിന്നീട് 2 ക്യാൻസറുകൾ സ്ത്രീകളിൽ മാത്രം വരുന്ന ക്യാൻസറുകളാണ്, അതായത് സ്തനാർബുദം, ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയമുഖ ക്യാൻസർ. പിന്നീടുള്ളൊരു ക്യാൻസർ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസറാണ്, അത് പുരുഷന്മാരിൽ മാത്രം കാണപ്പെടുന്ന ക്യാൻസറാണ്. ഇങ്ങനെ 6 ക്യാൻസറുകളാണ് നമ്മൾ ഈ ഒരു സർവേയുടെ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചോദ്യാവലിയുടെ ഒരു ഘടന എന്ന് പറയുന്നത്, തുടക്കത്തിൽ നമ്മൾ ഏത് സർവേ നടത്തുമ്പോഴും തുടക്കത്തിൽ നമുക്ക് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ, അതായത് വ്യക്തിയുടെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കും. അതായത് പേര്, വയസ്സ്, അതുപോലെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശേഖരിക്കുന്നുണ്ട്. ഇത് പിന്നീടുള്ള ഫോളോ അപ്പിനും ബന്ധപ്പെടാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ശേഖരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു വ്യക്തിയുടെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് ഭക്ഷണ രീതികൾ, വ്യായാമ രീതികൾ, അതുപോലെ എന്തെങ്കിലും മദ്യപാനം, പുകവലി പോലെ എന്തെങ്കിലും ശീലങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ ഓരോ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളിലോട്ട് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ വരാവുന്ന ക്യാൻസറുകളെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് തുടക്കത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ വായയിലെ ക്യാൻസർ, അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നത്. അതായത് വായയിൽ ഒരുപാട് കാലത്തെ ഉണങ്ങാതെ നിൽക്കുന്ന വ്രണങ്ങളുണ്ടോ, അതുപോലെ വായിൽ നിന്ന് രക്തം വരുന്നുണ്ടോ, അല്ലെങ്കിൽ അസഹനീയമായിട്ടുള്ള നീറ്റൽ, വായയുടെ അകത്ത് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ചോദ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിനുശേഷം ലങ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള വിട്ടുനിൽക്കാത്ത ചുമ, അതുപോലെ രക്തത്തിൽ കഫത്തിൽ രക്തം കാണപ്പെടുന്നത്, അതുപോലെയുള്ള ശ്വാസമുട്ടൽ, ഇത്തരം ലക്ഷണങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് പിന്നീടുള്ളത്.
അത് കഴിഞ്ഞ് വൻകുടലിലെ ക്യാൻസർ. അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പ്രധാനമായും വരുന്നത് മലത്തിൽ രക്തം അല്ലെങ്കിൽ കഫം കാണപ്പെടുന്നത്, അല്ലെങ്കിൽ മലവിസർജനത്തിൽ അടുത്തിടെ പെട്ടെന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ കൊളനോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി പോലെയുള്ള ടെസ്റ്റുകൾ മുമ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ ചോദിക്കുന്നത്. അതിനുശേഷം സ്ത്രീകളിൽ മാത്രം കാണപ്പെടുന്ന 2 ക്യാൻസറുകളായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറും സെർവൈക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയമുഖ ക്യാൻസറിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം സ്ത്രീകളോട് മാത്രം ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള മാരടത്തിൻ്റെ വലിപ്പത്തിൽ അല്ലെങ്കിൽ ആകൃതിയിലോ പെട്ടെന്നുണ്ടായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ തൊലിപ്പുറമെ മാരടത്തിൻ്റെ തൊലിയിലുണ്ടായിട്ടുള്ള പെട്ടെന്നുള്ള ചേഞ്ചസ്, അതുപോലെ നീര് വരുന്നത്, നിപ്പിളിൽ നിന്ന് നീര് അല്ലെങ്കിൽ വേറെ രക്തം കലർന്ന സ്രവം വരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും മാമോഗ്രഫി, അതായത് ബ്രസ്റ്റ് ക്യാൻസർ അറിയാനുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്നുണ്ട്. പിന്നീട് സെർവൈക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയ മുഖ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയാണ് ചോദിക്കുന്നത്. അത് ആർത്തവത്തിന് പുറമേയുള്ള രക്തസ്രാവം അല്ലെങ്കിൽ ദുർഗന്ധമുള്ള സ്രവങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള ലക്ഷണങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചോദിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസറിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അത് പുരുഷന്മാരോട് മാത്രം ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങളാണ്. അപ്പം അത് ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ മൂത്രത്തിൽ രക്തം കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു ബന്ധപ്പെട്ട, അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടെത്താനുള്ള PSA ടെസ്റ്റ്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയുന്ന ടെസ്റ്റ് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് ചോദിക്കുന്നത്. മറ്റൊരു കാര്യം, ഗർഭാശയ മുഖ ക്യാൻസറിൻ്റെ ചോദ്യങ്ങളിൽ നമ്മൾ ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. HPV വാക്സിൻ, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ എന്നുള്ള വാക്സിനാണ് ഈ ഗർഭാശയ മുഖ ക്യാൻസറിനെതിരെ ലഭ്യമായിട്ടുള്ള വാക്സിൻ. അത് എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഗർഭാശയ മുഖ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വാക്സിൻ എന്ന് പറയുന്നത് ഗർഭാശയ മുഖ ക്യാൻസറിനെതിരെ നമുക്ക് നേരത്തെ സ്വീകരിക്കാവുന്ന വാക്സിനാണ്. അത് ചില ആളുകളൊക്കെ എടുത്തിട്ടുണ്ടാവാം. അങ്ങനെ എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യവും കൂടെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചോദ്യാവലിയിൽ ഉള്ളത്. ഏകദേശം 71ഓളം ചോദ്യങ്ങളാണ്. മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 71ഓളം ചോദ്യങ്ങളുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചില ചോദ്യങ്ങൾ സ്ത്രീകളോട് മാത്രം ചോദിക്കേണ്ടതാണ്. അതുപോലെ ചില ചോദ്യങ്ങൾ, അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പുരുഷന്മാരോട് മാത്രം ചോദിക്കേണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരാളോട് 50-60ഓളം ചോദ്യങ്ങളാണ് വരുന്നത്. ഇത്രയും ചോദ്യങ്ങൾ ഇതിൽ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 ക്യാൻസറുകളെ പറ്റിയുള്ള ഒരു സ്ക്രീനിങ് പദ്ധതിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ 6 ക്യാൻസറുകളെ പറ്റിയുള്ള ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ആ ലക്ഷണങ്ങൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഇത്രത്തോളം ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പിനെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. നമ്മൾ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ആണ്. കാരണം ക്യാൻസർ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ ഒരു 30 വയസ്സിന് മുകളിലുള്ളവരിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യാവലിയിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും 30 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളെയും പുരുഷന്മാരെയും ലക്ഷ്യമിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യാവലി തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു ചോദ്യാവലി പേപ്പർ ഫോമിലും അതുപോലെ തന്നെ ഗൂഗിൾ ഫോമിലും ലഭ്യമാണ്. ഗൂഗിൾ ഫോമിലാവുമ്പോൾ ഗൂഗിൾ ഫോം വഴി നമുക്ക് ഇതേ ചോദ്യങ്ങൾ തന്നെ ഗൂഗിൾ ഫോമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷൻസ് ഓരോന്നും ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. എളുപ്പത്തിൽ തന്നെ ഇൻ്റർനെറ്റ് സൗകര്യമുള്ള സാഹചര്യത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ വിവരങ്ങൾ ശേഖരിച്ച് അതിൽ എൻട്രി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചോദ്യാവലിയെ പറ്റി പറയാനുള്ളത്. ഈ ഒരു പ്രാഥമിക ചോദ്യാവലി വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ഒരു ലക്ഷണങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം
അത് ക്യാൻസർ ആവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തി അവർക്ക് തുടർ പരിശോധനകളെല്ലാം നടത്തി നമുക്കത് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി തുടർ പരിശോധനകളും ഡോക്ടർമാർ പരിശോധിക്കുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം, അതായത് ആരാണ് ഏറ്റവും കൂടുതൽ ഹൈ റിസ്ക് ആയിട്ട് വരുന്നവരെ കണ്ടെത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു പ്രാഥമിക സർവേ നടത്തുന്നത്. താങ്ക് യു.